അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹീമോഡയാലിസിസ്. അപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന വാട്ടർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഡയറക്റ്റ് മുനിസിപ്പാലിറ്റി വാട്ടറാണ് ഡയാലിസിസ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഒരുപാട് ടോക്സിൻസ് ഉണ്ട്. അത് ഇത് ഡയാലിസിസ് വഴി ഡയാലിസിസിലൂടെ പ്ലാസ്മ മെമ്പറൈനിലൂടെ എന്ത് ചെയ്യും, സെമി പെർമിയബിൾ മെമ്പറിലൂടെ ബ്ലഡ് സ്ട്രീമിലെത്തും. അങ്ങനെ പലതരം അസുഖങ്ങളും നമുക്ക് വരും. അപ്പോൾ റെക്കമെൻഡഡ് റേഷ്യോസിന് മാത്രമേ ടോക്സിൻസ് വാട്ടറിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ടോക്സിൻസ് കണ്ടാമിനൻസ് കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തത് അലുമിനിയം കൂടുതലായി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവാം? അനീമിയ ഉണ്ടാവാം, ബ്ലഡ് കുറവുണ്ടാവാം, ഡയാലിസിസ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഡയാലിസിസ് ഡിമെൻഷ്യ ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് അലുമിനിയം കൂടുമ്പോഴാണ്. പിന്നെ ഓസ്റ്റിയോമലേഷ്യ, ബോൺസിന് പ്രശ്നം ഉണ്ടാവും, ബോൺ ഡിസീസസ്. അടുത്തത് ക്ലോറമിനും ഒക്കെ അറിയാമല്ലോ. അപ്പം ക്ലോറമിന് എന്തൊക്കെ ടോക്സിക് എഫക്റ്റ് ഉണ്ടാക്കുന്നു? ഹീമോലൈസിസ്, ബ്ലഡ് വിഘടിച്ചു പോകാം, ഹീമോലൈസിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ അനീമിയ ഉണ്ടാവാം. പിന്നെ മെത്തിമോഗ്ലോബീനീമിയ. അപ്പോൾ മെത്തിമോഗ്ലോബീനീമിയ ഉണ്ടാവും. ക്ലോറമിൻ്റെ ടോക്സിക് എഫക്റ്റ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? ഓക്സിജൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി, HB ക്യാരിയിങ് ഓക്സിജൻ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഡീനേച്ചേഴ്സ് HB ഡീനേച്ചർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യില്ല, ഇതിന് ക്യാരിയിങ് കപ്പാസിറ്റി, ഓക്സിജൻ്റെ ഹീമോഗ്ലോബിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. ഫ്ലൂറൈഡ്, ഓസ്റ്റിയോമലേഷ്യ ആൻഡ് ഓസ്റ്റിയോപോറോസിസ്. ഫ്ലൂറൈഡ് ഇത് കാണാതെ പഠിച്ചു വയ്ക്കണം, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ഫ്ലൂറൈഡ് എന്ത് ചെയ്യും? ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപോറോസിസ്, ബോൺസിലൊക്കെ ഹോളുകളുണ്ടാവും. പിന്നെ ഓസ്റ്റിയോമലേഷ്യയൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൂറൈഡ് കൂടുതലായി കഴിഞ്ഞ് പിന്നെ കാൽസ്യവും മാഗ്നീഷ്യവും ഒക്കെ കൂടുതലായി എന്ത് ചെയ്യും? മസിൽ വീക്ക്നെസ്, നൗസിയ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നു. കാൽസ്യവും മാഗ്നീഷ്യവും ഒക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്നു. പിന്നെ കോപ്പർ ആൾസോ ഹീമോലൈസിസ്. കോപ്പർ കൂടിയാൽ ഹീമോലൈസിസ് ഉണ്ടാവും, ക്ലോറമിൻ കൂടിയാൽ ഹീമോലൈസിസ്. പിന്നെ കോപ്പർ ലിവർ ഡാമേജ് ആക്കുന്നു. പിന്നെ സിങ്കിൻ്റെ കൂടുതലുകൊണ്ട് അനീമിയ ഉണ്ടാകും. നൈട്രേറ്റ്, മെത്തിമോഗ്ലോബിനീമിയ നേരത്തെ പറഞ്ഞതാണ്. ക്ലോറമിനും കൊണ്ട് ഇത് ഉണ്ടാകുന്നു. പിന്നെ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകുന്നു. പിന്നെ മൈക്രോബിയൽ എൻഡോടോക്സിനും അറിയാമല്ലോ, പൈറോജനിക് റിയാക്ഷൻ, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൾഫേറ്റും ഉണ്ട്. നൗസിയ, വോമിറ്റിംഗ്, മെറ്റബോളിക് ആസിഡോസിസ് ഇവയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.